നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കളിയിൽ SRHനെ പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഉള്ളത്. സംഗതി അവരുടെ പ്ലേ ഓഫ് സാധ്യത ഇനി വളരെ വളരെ നേർത്തത് മാത്രമാണ്. സ്ലൈറ്റസ്റ്റ് ഹോപ്പ് മാത്രമേ ഉള്ളൂ. എങ്കിലും പലരുടെയും പ്ലേ ഓഫിലേക്കുള്ള വഴി മുടക്കാൻ അവർക്ക് പറ്റും. അവരുടെ സാധ്യതകൾ അങ്ങനെ പൂർണ്ണമായും തീരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാവും ഇന്ന് ഫാഫ് ഡു പ്ലസിയും സംഘവും ശ്രമിക്കുക. മറുഭാഗത്ത് GTക്ക് വിജയിച്ചേ പറ്റൂ. അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് അവരും പോകും. കഴിഞ്ഞ 5 കളികളിൽ നിന്ന് GTക്ക് 2 കളികളെ വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന കാര്യം കൂടി നോക്കുക. അപ്പോൾ അതുകൊണ്ട് വിജയം മാത്രമാണ് അവരുടെയും ലക്ഷ്യം. ഇന്ന് GTയുടെ 11-ൽ അസ്മത്തുള്ള ഒമർസായിയെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ടോ ബോൾ കൊണ്ടോ മികച്ചൊരു പ്രകടനം ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റി കെയ്ൻ വില്യംസിന് ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം. നമ്മൾ അവരുടെ ഒരു പ്രോബിൾ 12ലേക്ക് പോവുകയാണെങ്കിൽ ശുഭ്മൻ ഗില്ല്, വൃദ്ധിമൻ സഹ, സായ് സുദർശൻ, അസ്മത്തുള്ള ഒമർസായി ഓർ കെയ്ൻ വില്യംസൺ, അവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ദെൻ നമ്പർ 5-ൽ ഡേവിഡ് മില്ലർ, നമ്പർ 6 ഷാറുഖ് ഖാൻ, നമ്പർ 7 രാഹുൽ തെവാറ്റിയ, നമ്പർ 8 സായ് കിഷോർ, നമ്പർ 9 റാഷിദ് ഖാൻ, ദെൻ നൂർ അഹമ്മദ്, മോഹിത് ശർമ്മ. ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് നമ്മൾ സന്ദീപ് വാര്യരെ പ്രതീക്ഷിക്കുന്നു. സായ് സുദർശനെ മാറ്റിയിട്ടായിരിക്കും അദ്ദേഹം ബൗൾ ചെയ്യാൻ വേണ്ടി എത്തുക. അതല്ല, ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ സന്ദീപ് വാര്യർ ഉണ്ടാകും. പിന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് സായ് സുദർശൻ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പരിക്കുകളൊന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞ മത്സരം കളിച്ച പോലെ തന്നെ അവർ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വപ്നിലിനെ അവർ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളിയിൽ ഏത് രൂപത്തിലേക്ക് മാറും എന്നുള്ളത് കണ്ടറിയണം. നമ്മൾ അവരുടെ ഒരു പ്രോബിൾ 12ലേക്ക് പോയാൽ വിരാട് കോഹ്ലി, ഫാഫ് ഡു പ്ലസി, വിൽ ജാക്സ്, രജത് പട്ടിദാർ, കാമറൻ ഗ്രീൻ, ദിനേശ് കാർത്തിക്, മഹിപാൽ ലൊമ്രോർ, കരൺ ശർമ്മ, സ്വപ്നിൽ സിംഗ്, ലോക്കി ഫെർഗൂസൻ, മുഹമ്മദ് സിറാജ്, ദെൻ നമ്പർ 12-ൽ യാഷ് ദയാൽ. ഏതെങ്കിലും ബാറ്റർ മാറ്റിക്കൊണ്ട് യാഷ് ദയാൽ ബൗൾ ചെയ്യാൻ വേണ്ടി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ മത്സരം നടക്കുന്നത് അഹമ്മദാബാദിലാണ്. നല്ല ചൂടുണ്ടാകുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. 40 ഡിഗ്രിക്ക് മുകളിൽ ഒരു പക്ഷേ ആഫ്റ്റർനൂൺ സമയത്താണല്ലോ കളി, 3:30-ക്കാണല്ലോ, ഡബിൾ ഹെഡറാണ്. അപ്പം ആദ്യ കളി RCB വേഴ്സസ് GT ആണ്. അപ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥയുടെ ഒരു കണക്ക് വെച്ച് പറയാൻ പറ്റുക. ഇവിടെ GT അവസാനമായി കളിച്ചപ്പോൾ മാസീവ് ഡിഫീറ്റാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. 89 റൺസിന് അവർ ഓൾ ഔട്ട് ആയിരുന്നു. എന്തായാലും ഇതിനു മുമ്പ് ഒരു ആഫ്റ്റർനൂൺ ഗെയിം അഹമ്മദാബാദിൽ നടന്നപ്പോൾ GT ബൗളേഴ്സ് മികച്ച രൂപത്തിൽ SRHനെ വരിഞ്ഞു മുറുക്കുകയും പിന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കണ്ടീഷൻസ് അത്ര മികച്ചതല്ല. ഈ ചൂടിൽ ആരായിരിക്കും വിജയിച്ച് കയറുക? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.